Dear students, good morning all. നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ആ ഡയറക്ഷൻ ഡെറിവേറ്റീവ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ള ഈ ഒരു ലെക്ചറിൽ. ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് ഇൻ എ പ്ലെയിൻ എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തത് ഡെഫിനിഷൻ നമുക്കറിയാം. ദി ഡെറിവേറ്റീവ് of f at p0 x0 y0 in the direction of unit vector u equal to u1i plus u2j is the number df by ds in the direction of u at p0 is equal to limit s tends to 0 f of x0 plus su1 y0 plus su2 minus f of x0 y0 divided by s എന്നുള്ള ഫോമിലാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. provided the limit on the RHS exist. നമ്മൾ ഇതിനെ നമ്മൾ DUF at P0 എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ ഡിനോട്ട് ചെയ്യാം. നമ്മൾ അതിൻ്റെ ഒരു ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു തിയറം നമ്മൾ ഡിസ്കസ് ചെയ്തു. DUF at P0 can or DF by DS at U P0 is equal to del F at P0 dot U. del F dot U എന്നുള്ള ഫോമിൽ നമുക്ക് ഡയറക്ഷൻ ഡെറിവേറ്റീവ്സിനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡയറക്ഷൻ ഡെറിവേറ്റീവ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഡയറക്ഷൻ ഡെറിവേറ്റീവ്സ് ഡിഫൈൻ ചെയ്യുന്നത് df ഈക്വൽ ടു del f ഡോട്ട് u എന്നുള്ള ഫോമിലാണ്. നമുക്കറിയാം del f ഡോട്ട് u ഡോട്ട് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് മാഗ്നിറ്റ്യൂഡ് del f ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് u ഇൻറ്റു കോസ് തീറ്റ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് u എന്നുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് യൂണിറ്റ് വെക്ടർ ആണ് എടുത്തിട്ടുള്ളത്. u എന്നുള്ളത് യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ വാല്യൂ എന്നുള്ളത് യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് 1 ആയിരിക്കും. സോ ഇറ്റ്സ് ഈക്വൽ ടു del f cos theta. DUF is equal to del f mod del മാഗ്നിറ്റ്യൂഡ് del f into cos theta എന്നുള്ള ഫോമിൽ വന്നു. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഈ മോഡ് del f cos theta യുടെ മാക്സിമം വാല്യൂ എന്ത് വരും, മിനിമം വാല്യൂ എന്ത് വരും, ഈ ഡയറക്ഷൻ ഡെറിവേറ്റീവ് എപ്പോഴാണ് 0 ആവുക, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം കോസ് തീറ്റയുടെ വാല്യൂ വരുന്നത് മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ -1ഉം ആണ്. മാക്സിമം വാല്യൂ 1 ആവുക എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ വാല്യൂ 1 മാക്സിമം വാല്യൂ ആയിട്ടുള്ള 1 അറ്റൈൻ ചെയ്യുന്നത് വെൻ തീറ്റ ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. കോസ് 0 1 ആണ്. സോ the maximum value of cos theta is 1 and it is attained when theta equal to 0. Therefore the maximum value of the direction derivative is mod del f and it is attained when theta equal to 0. That is the അതായത് ഡയറക്ഷൻ ഡെറിവേറ്റീവ്സിന്റെ മാക്സിമം വാല്യൂ വരുന്നത് മോഡ് del f എന്നുള്ളതും ഈ വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് തീറ്റ ഈക്വൽ ടു 0 ആയിരിക്കുമ്പോഴാണ്. ദി ഫംഗ്ഷൻ f ഇൻക്രീസസ് മോസ്റ്റ് റാപ്പിഡ്ലി. അപ്പോൾ ഡയറക്ഷൻ ഡെറിവേറ്റീവ് മാക്സിമം ആവുക എന്ന് പറയുന്നത് f ഇൻക്രീസ് ചെയ്യുന്നത് ഏറ്റവും വേഗത്തിൽ f ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് ഡെറിവേറ്റീവ് മാക്സിമം ആവുന്നത്. അപ്പം ഡെറിവേറ്റീവ് മാക്സിമം ആവുന്നത് when del f is in the direction of when the unit vector u is in the direction of del f. Thus at each point p in its domain f increases most rapidly in the direction of the gradient vector del f at p and the derivative in this direction is duf is equal to mod del f cos 0 equal to mod del f. mod എന്നുള്ളത് മാഗ്നിറ്റ്യൂഡ് ആണ് ഇവിടെ വരുന്നത്. മോഡ് del f എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ആണ്. അപ്പം ഒരു ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസിങ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് മോഡ് del f, ഇതേപോലെ തന്നെ ഡിക്രീസ് ചെയ്യുന്നത് ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസിങ് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഏറ്റവും മിനിമം വാല്യൂ ഡയറക്ഷൻ ഡെറിവേറ്റീവിന്റെ മിനിമം വാല്യൂ വരുന്നത് del f എന്ന് പറയുന്നത് u എന്നുള്ളത് നമ്മൾ ഏതിന്റെ ഡയറക്ഷനിലാണോ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുന്നത് ആ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് del f ന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ del f ഏത് ഡയറക്ഷനിലാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണുമ്പോഴാണ് ഈ ഡയറക്ഷൻ ഡെറിവേറ്റീവിന്റെ വാല്യൂ ഏറ്റവും മിനിമം വരുന്നത്, അല്ലെങ്കിൽ ഫംഗ്ഷൻ മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസിങ് ആകുന്നത്. f decreases most rapidly. Thus at each point p in its domain f decreases most rapidly in the opposite direction of the gradient vector del f at p and the derivative in this direction is duf is equal to magnitude del f cos pi
is equal to minus del f. അപ്പോൾ തീറ്റ ഈക്വൽ ടു പൈ ആയിരിക്കുന്ന സമയത്താണ് കോസ് തീറ്റയുടെ വാല്യൂ മിനിമം വരുന്നത്, അതായത് കോസ് തീറ്റയുടെ വാല്യൂ 0 വരുന്നത്. ഇനി തീറ്റ ഈക്വൽ ടു 0 ആണ് എങ്കിൽ, സോറി, തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ആണ് എങ്കിൽ, വെൻ തീറ്റ ഈക്വൽ ടു പൈ ബൈ 2 ആണ് എങ്കിൽ ഡെൽ എഫും ഈ യൂണിറ്റ് വെക്ടറും പെർപെൻഡിക്കുലർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ when theta equal to pi by 2 cos theta is equal to 0 ആയിരിക്കും. cos theta equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos theta equal to 0 വന്നു കഴിഞ്ഞാൽ ഡയറക്ഷൻ ഡെറിവേറ്റീവ് മോഡ് ഡെൽ എഫ് ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഡെൽ എഫ് ഇൻറ്റു cos theta equal to 0 എന്ന് കിട്ടും. അതായത് ഡയറക്ഷൻ ഡെറിവേറ്റീവ് 0 എന്ന് കിട്ടും. ഡയറക്ഷൻ ഡെറിവേറ്റീവ് 0 എന്ന് കിട്ടി കഴിഞ്ഞാൽ ആ ഒരു ഡയറക്ഷനിൽ ഫംഗ്ഷന് ചേഞ്ചുകളൊന്നും വരുന്നില്ല. So when theta equal to pi by 2, cos theta equal to 0, hence du f equal to 0. Hence the function f has 0 change, that is du f is 0 when u is orthogonal to the direction of del f. Orthogonal എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആവുമ്പോൾ യും del f ഉം പെർപെൻഡിക്കുലർ ആവുന്ന സമയത്ത് du f എന്നുള്ളത് അല്ലെങ്കിൽ ഡയറക്ഷൻ ഡെറിവേറ്റീവിന്റെ വാല്യൂ 0 ആയിരിക്കും. Thus at each point t in its domain, the function orthogonal to the direction del f is a direction of 0 change in f. അപ്പോൾ direction of 0 change എന്ന് പറയുന്നത് del f ന് ഓർത്തോഗണൽ ആയിട്ടുള്ള ഡയറക്ഷൻ ആണ് direction of 0 change. അപ്പം del f എന്നുള്ളതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണ് direction of 0 change വരിക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇതിലുള്ള പ്രോബ്ലംസ് നോക്കാം. First problem, find the direction in which f of xy is equal to x square plus xy plus y square increases most rapidly and decreases most rapidly at the point 1, 1. What are the directions of 0 change in f at 1, 1? അപ്പം f of xy എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ f of xy മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസിങ് ആവുന്ന ഡയറക്ഷൻ ഏതാണ്, മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസിങ് ആവുന്ന ഡയറക്ഷൻ ഏതാണ് at the point 1, 1. പിന്നെ what are the directions of 0 change in f at 1, 1. അപ്പം ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് del f കാണാം, മോഡ് del f കാണാം. മോഡ് del f ന്റെ ഡയറക്ഷൻ ഏതാണോ del f എന്നുള്ളതിന്റെ ഡയറക്ഷൻ ഏതാണോ അതായിരിക്കും മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസിങ് ഡയറക്ഷൻ. del f ന്റെ ഡയറക്ഷൻ ഏതാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് മൈനസ് del f ന്റെ ഡയറക്ഷൻ ഏതാണോ അതായിരിക്കും മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസിങ് ഡയറക്ഷൻ. ഇനി what are the directions of 0 change? 0 change എന്ന് പറയുന്നത് del f ന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ ഏതാണോ അതായിരിക്കും ഡയറക്ഷൻ ഓഫ് 0 ചേഞ്ച് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആദ്യം നമുക്ക് del f കാണണം. f of xy തന്നിട്ടുണ്ട്, f of xy തന്നിട്ടുണ്ട്. അപ്പൊ അതിന് del f കാണാൻ വേണ്ടിയിട്ട് del f എന്നുള്ളത് വരുന്നത് dou f by dou x I plus dou f by dou y j എന്നുള്ളതാണ്. നമുക്ക് കാണേണ്ടത് at the point 1, 1 ആണ്. dou f by dou x എന്ന് പറയുന്നത് 2x plus y at the point 1, 1 is equal to 3. dou f by dou y is equal to x plus 2y at the point 1, 1 is equal to 3. So del f equal to 3i plus 3j at the point 1, 1. ഇനി നമുക്ക് ഡയറക്ഷൻ എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ find the direction in which the function increases most rapidly. Most rapid increasing എന്നതിന്റെ ഡയറക്ഷൻ കാണാനാണ് പറഞ്ഞത്. ഡയറക്ഷൻ എന്ന് പറഞ്ഞ് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ നമുക്ക് കിട്ടി, del f എന്ന് പറയുന്ന വെക്ടർ കിട്ടി. അപ്പോൾ ഡയറക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാം. അപ്പം യൂണിറ്റ് വെക്ടർ കാണുമ്പോൾ മാഗ്നിറ്റ്യൂഡ് 1 ഡയറക്ഷൻ സെയിം ആയിട്ട് വരുന്നതാണ് യൂണിറ്റ് വെക്ടർ. അപ്പൊ നമുക്ക് മോസ്റ്റ് റാപ്പിഡ് ഇൻക്രീസിങ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ del f ന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ ആണ് കാണേണ്ടത്. By the properties of direction derivative, the function increases most rapidly in the direction of del f at the point 1, 1. Hence the function increases most rapidly in the direction of 3i plus 3j and the unit vector in this direction. ഈ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണാം. യൂണിറ്റ് വെക്ടർ കാണാൻ വേണ്ടിയിട്ട് നമുക്കുള്ള അറിയാം r by magnitude r ആണ് വരുന്നത്. യൂണിറ്റ് വെക്ടർ 3i plus 3j by magnitude 3i plus 3j is equal to 1 by root 2 i plus 1 by root 2 j എന്നുള്ളത് കിട്ടി. ഇനി മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസിങ് നമുക്കറിയാം del f ന്റെ ഡയറക്ഷനിലാണ് മോസ്റ്റ് റാപ്പിഡ്ലി ഇൻക്രീസിങ് വരുന്നത് എങ്കിൽ മൈനസ് del f ന്റെ ഡയറക്ഷനിലായിരിക്കും ഫംഗ്ഷന്റെ മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസിങ് വരുന്നത്. അപ്പം മോസ്റ്റ് റാപ്പിഡ്ലി ഡിക്രീസിങ് വരുന്നത് -u ഇറ്റ്സ് ഈക്വൽ ടു -1 by root 2 i minus 1 by root 2 j.
ഇനി നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫംഗ്ഷന്റെ സീറോ ചേഞ്ചിന്റെ ഡയറക്ഷൻ ഏതാണ്? വാട്ട് ഈസ് ദി ഡയറക്ഷൻ ഓഫ് സീറോ ചേഞ്ച് ഇൻ എഫ് അറ്റ് 1 എന്നുള്ളതാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ അടുത്തതായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ സീറോ ചേഞ്ചിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡെൽ എഫിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറിന്റെ ഡയറക്ഷൻ. ഇപ്പോൾ ഡെൽ എഫ് തന്നിട്ടുണ്ട്. ഡെൽ എഫിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആ വെക്ടർ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആയിട്ടുള്ള വെക്ടർ ആയിരിക്കും. ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആയിട്ട് വരുന്ന വെക്ടർ ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ആ വെക്ടറിനെ ai plus bj ആണ് ആ വെക്ടർ എന്നുള്ള ഫോമിൽ എടുത്തു. ഇനി നമുക്ക് എന്റെയും ബിന്റെയും വാല്യൂസ് കണ്ടാൽ മതി. അപ്പം we are assuming that let ai plus bj be the direction of zero change എന്ന് നമ്മൾ എടുക്കുക. let hence if ai plus bj is a direction of zero change then അപ്പൊ ഇതിന് ഈ ഒരു ലൈനിന് പകരം let ai plus bj be the direction of zero change then del f dot ai plus bj equal to 0. del f ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. at the point 1 1 ആണ്. അതുകൊണ്ട് 3i plus 3j dot ai plus bj equal to 0. that is 3a plus 3b equal to 0. 3a plus 3b equal to 0 which implies a plus b equal to 0. അപ്പൊ എക്ക് നമ്മൾ ഇനി ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിക്കുള്ള വാല്യൂ നമുക്ക് കിട്ടും. ചൂസിങ് a equal to -1 a equal to -1 ആണ് എങ്കിൽ then b equal to 1 കിട്ടും. അപ്പം minus I plus j is a vector orthogonal to del f. minus I plus j എന്ന് പറയുന്നത് del f ന് ഓർത്തോഗണൽ ആയിട്ട് ഉള്ള ഒരു വെക്ടർ ആണ്. hence the unit vector orthogonal to del f. അപ്പൊ ഇനി ഈ ഒരു വെക്ടറിന് ഓർത്തോഗണൽ ആയിട്ട് del f ന് ഓർത്തോഗണൽ ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ കാണാം. ആ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ n എന്നുള്ളതുകൊണ്ട് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ it's equal to n equal to minus I plus j by root of n minus 1 whole square plus 1 square is equal to minus 1 by root 2 I plus 1 by root 2 j എന്നുള്ളത് കിട്ടി. അപ്പം സീറോ ചേഞ്ചിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് minus 1 by root 2 I plus 1 by root 2 j എന്നാണ്. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ n എന്ന് പറയുന്ന ഈ ഒരു വെക്ടർ del f ന് ഓർത്തോഗണൽ ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഇപ്പൊ ഈ വെക്ടറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടർ എന്തായിരിക്കും? ഇതിന് പെർപെൻഡിക്കുലർ തന്നെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടർ എന്ന് പറയുന്നത് 1 by root 2 I minus 1 by root 2 j എന്നുള്ള വെക്ടറും 1 by root 2 I minus 1 by root 2 j എന്നുള്ള വെക്ടർ എന്തായിരിക്കും? ഇതിന് ഓർത്തോഗണൽ തന്നെ ആയിരിക്കും. hence the direction of zero change are n equal to minus 1 by root 2 I plus 1 by root 2 j and minus n equal to 1 by root 2 I minus 1 by root 2 j. ഇനി നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് പ്രോബ്ലംസ്, സപ്ലിമെന്ററി പ്രോബ്ലംസിലുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഫൈൻഡ് ദി ഡയറക്ഷൻ ഓഫ് the function increases most rapidly or find the direction of the function find the direction in which the function f decreases most rapidly എന്നുള്ള ഫോമിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസ് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ടും, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും കുറച്ച് എക്സാമ്പിൾസ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ 20 വരെയുള്ള പ്രോബ്ലംസ് നിങ്ങളോട് ഹോംവർക്ക് ആയിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോട്ടിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 21st തൊട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ഫൈൻഡ് ദി ഡയറക്ഷൻ ഇൻ വിച്ച് the function increases and decreases most rapidly at the p naught, then find the direction find the derivative of the function in these directions. ഇതാണ് 21st 21 തൊട്ട് 28 വരെയുള്ള പ്രോബ്ലംസ്. അതേപോലെ 29 to 31 വരെയുള്ള പ്രോബ്ലംസിൽ ഫൈൻഡ് ദി ഡയറക്ഷൻസ് ഓഫ് സീറോ ചേഞ്ച് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. 32nd question, find the derivative of f of xyz is equal to xyz in the direction of the velocity vector of the helix rt is equal to cos 3t I plus sin 3t j plus 3t k at t equal to pi by 3 എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ t equal to pi by 3 ആകുന്ന സമയത്ത് നമുക്ക് r of pi by 3 കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ഡയറക്ഷൻ അതേപോലെ t equal to pi by 3 വരുന്ന സമയത്ത് f of xy എന്നുള്ള ഫംഗ്ഷന്റെ ഡയറക്ഷൻ ഡെറിവേറ്റീവ് കാണാനുള്ളത് അത് നമുക്ക് ഈ ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും പ്രോബ്ലംസിൽ നിങ്ങൾ 21st തൊട്ട് 32 വരെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് ഇത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.